ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ നിങ്ങളോട് പങ്കുവെക്കാൻ പോകുന്നത് ഇവിടെ ഏജൻസി വഴിയല്ലാതെ ഡയറക്റ്റ് NHS ജോബിലേക്ക് വരാനുള്ള ചാൻസിനെ കുറിച്ചാണ്. അപ്പോൾ അതിനെന്നാ ചെയ്യേണ്ടത്, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മളത് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പൊസിഷൻ എന്താണ്, നമ്മൾ ഏത് ജോലിക്കാണ് അപ്ലൈ ചെയ്യുന്നുണ്ടെന്നനുസരിച്ച് ഫിൽറ്റേഴ്സിൽ അപ്ലൈ ചെയ്തിട്ട് നമ്മളത് അതുമായിട്ടുള്ള ജോബ് വേക്കൻസീസ് സെർച്ച് ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടുത്തെ മെയിൻ ഒരു കാര്യമാണ്, എന്തെങ്കിലും നോർമൽ അല്ലാതെ എന്തെങ്കിലും തെറ്റായ രീതിയിലോ എന്തെങ്കിലും ഇഷ്യൂസ് വാർഡിലുണ്ടായാലും നമ്മളത് ഇൻസിഡൻറ്റ് റിപ്പോർട്ട് ഇടണം. എനിക്ക് തോന്നുന്നില്ല നാട്ടിലൊന്നും അതൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ സെർച്ച് ചെയ്തിട്ട് അതെങ്ങനെയാണെന്നൊക്കെ ഒന്ന് പഠിച്ചിരിക്കണം. ഒരു ചെറിയൊരു ഇതെന്തിനാണ് ചെയ്യുന്നത്, അതൊക്കെ അതിനെക്കുറിച്ചുള്ള അവെയർനെസ് നമുക്കുണ്ടാകണം. പിന്നെ സേഫ്റ്റി, പേഷ്യൻ്റ് സേഫ്റ്റി, അതുപോലെ തന്നെ സ്റ്റാഫിൻ്റെ സേഫ്റ്റി, ഇതൊക്കെ വലിയൊരു ഇഷ്യൂ ആണ് ഇവിടെ. അപ്പം അതിനെക്കുറിച്ച് നമ്മൾ ഈ സെർച്ച് ചെയ്ത് അതിനെന്തൊക്കെയാണ് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ, ഇതൊക്കെ ഓരോ വെബ്സൈറ്റ് ഉണ്ട് ഇതൊക്കെ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ UK-യിലെ പിന്നെ കാര്യങ്ങൾ, NHSൻ്റെ പോളിസി, പ്രൊസീജിയർ, സേഫ്റ്റിയെക്കുറിച്ചുള്ളത്, അല്ലെങ്കിൽ ഇൻസിഡൻറ്റ്, ഹൗ ടു ഡു ദ ഇൻസിഡൻറ്റ് റിപ്പോർട്ട്, ഇതെല്ലാം നോക്കിയാൽ നമുക്ക് കിട്ടാവുന്നേ ഉള്ളൂ. അപ്പം അതൊക്കെ നോക്കി നമ്മൾ അതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കി വെക്കണേ. നമ്മളത് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പൊസിഷൻ എന്താണ്, നമ്മൾ ഏത് ജോലിക്കാണ് അപ്ലൈ ചെയ്യുന്നുണ്ടെന്നനുസരിച്ച് ഫിൽറ്റേഴ്സിൽ അപ്ലൈ ചെയ്തിട്ട് നമ്മളത് അതുമായിട്ടുള്ള ജോബ് വേക്കൻസീസ് സെർച്ച് ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യണം. അപ്പം നമ്മൾ കുറേ ഇടത്തേക്ക് അപ്ലൈ ചെയ്ത് കഴിയുമ്പം ഏതെങ്കിലും എവിടെ നിന്ന് ഹോസ്പിറ്റലിൽ നിന്നൊക്കെ നമുക്ക് നമ്മുടെ CV ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമുക്ക് പിന്നെ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് നമ്മളെ അവർ വിളിക്കും. അപ്പോൾ അതിനുള്ള ഇൻ്റർവ്യൂവിനുള്ള പ്രിപ്പറേഷൻസൊക്കെ നമ്മൾ ചെയ്ത് വെക്കണം. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷനൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒത്തിരി വീഡിയോസൊക്കെ യൂട്യൂബിലൊക്കെ കിടപ്പുണ്ട്. അതൊക്കെ നോക്കി അതൊക്കെ നോക്കി എല്ലാം നല്ല പ്രാക്ടീസ് ചെയ്ത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി നമ്മൾ റെഡി ആയിട്ടിരിക്കണം. അപ്പം നന്നായിട്ട് ഇൻ്റർവ്യൂ ചെയ്യുവാണെങ്കിൽ അതൊരു മെയിൻ കാര്യമാണ്. ഇൻ്റർവ്യൂവിൽ നന്നായിട്ട് നമ്മൾ പെർഫോം ചെയ്യുവാണെങ്കിൽ അവരെ നല്ല ഇമ്പ്രസ് ചെയ്യാൻ പറ്റുവാണെങ്കിലും നമുക്ക് സെലക്ഷൻ കിട്ടും. അപ്പോൾ ഈ ഇൻസിഡൻറ്റ് റിപ്പോർട്ടിന് പറയുന്നൊരു പേരാണ് ഡേറ്റിക്സ് ചെയ്യുക എന്ന്. അത് ഡേറ്റിക്സ് ഇപ്പോൾ അതൊക്കെ എന്താന്ന് അവർ ഇൻ്റർവ്യൂവിന് നമ്മുടെ നാട്ടിൽ ഇതൊന്നും ഇല്ലല്ലോ, ഉണ്ടോ എനിക്കറിയത്തില്ല കേട്ടോ, പണ്ടൊന്നും ഇല്ലായിരുന്നു. ഇനി പുതിയതായിട്ട് തുടങ്ങിയിട്ടുണ്ടെന്ന് അറിയില്ല ഡേറ്റിക്സ്. ഇവിടെ റിപ്പോർട്ടിങ്, ഡോക്യുമെൻറ്റേഷനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് നല്ല കൃത്യം പ്രോപ്പറായിട്ട് നമ്മൾ ചെയ്തിരിക്കണം. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ നോക്കണം. പിന്നെ ഇവിടെ കുറേ അസസ്മെൻറ്റ്സ് ഉണ്ട്. പേഷ്യൻ്റ് വന്നു കഴിയുമ്പോൾ നമ്മൾ ഒത്തിരി അസസ്മെൻറ്റ്സ്, അതായത് വരുമ്പോൾ അഡ്മിഷൻ്റെ സമയത്തുണ്ട്, പിന്നെ അത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം, ഡോക്യുമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അതായത് ന്യൂട്രീഷൻ അസസ്മെൻ്റ് ഉണ്ട്, അതിന് പറയുന്നതാണ് മസ്റ്റ് സ്കോർ എന്ന് പറയും. പിന്നെ അതായത് നമ്മുടെ ന്യൂസ് സ്കോർ എന്ന് പറയും. അത് ഒബ്സർവേഷന് കാര്യങ്ങളെല്ലാം കൂടെ നോക്കിയിട്ട് അതിനൊരു സ്കോർ ഇടും. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതൊക്കെ വെച്ചുകൊണ്ടാണ് ഒരു പേഷ്യൻ്റെ കണ്ടീഷൻ എങ്ങനെയാണെന്നൊക്കെ അസസ് ചെയ്യും. എത്ര ക്രിട്ടിക്കലാണ്, പേഷ്യൻ്റ് പോളിയാണോ, അതൊക്കെ നോക്കുന്നത്. അപ്പോൾ അതൊക്കെ ഡോക്ടേഴ്സ് ഓരോ പേഷ്യൻസിനെ നോക്കാൻ വരുമ്പോൾ അതൊക്കെയാണ് മെയിനായിട്ട് നോക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ എന്താണെന്നൊക്കെ ഒന്ന് പഠിച്ചിരിക്കണം. അതൊക്കെ നാട്ടിലിപ്പോൾ ഉണ്ടോ, അങ്ങനെയല്ല, ഉണ്ടെങ്കിലും എല്ലാം ചെയ്യുന്നതാണെങ്കിൽ അതിനുള്ള പ്രോപ്പറായിട്ടുള്ള കൂടെ അതോ പ്രോപ്പറായിട്ടുള്ള ഈ ഡെഫിനേഷന് കാര്യങ്ങൾ, ഇങ്ങനത്തെ സ്കോറിങ് സിസ്റ്റം ഒക്കെ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ NHSൻ്റെ വെബ്സൈറ്റിൽ നോക്കുകയോ അല്ലെ NMCയുടെ വെബ്സൈറ്റിൽ നോക്കുകയൊക്കെ ചെയ്യുന്നതിൻ്റെയൊക്കെ ഇൻഫർമേഷൻ കിട്ടും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് പഠിച്ചു വെക്കാൻ നോക്കണം. പിന്നെ അതുപോലെ തന്നെ വേറെ സെപ്സിസ് അസസ്മെൻ്റ് ഉണ്ട്, പിന്നെ ഫോൾസ് റിസ്ക് അസസ്മെൻ്റ് ഉണ്ട്. അങ്ങനെ ഒത്തിരി ബെഡ് റെയിൽസിന് വരെ റിസ്ക് അസസ്മെൻറ്റ് ചെയ്യണം നമ്മൾ. അപ്പോൾ അതൊക്കെ നമ്മളൊരു ചെറുതായിട്ട് അതിനെക്കുറിച്ചൊക്കെ ഇതെന്താണ് എങ്ങനെയാണെന്നൊക്കെ ഒന്ന് അവെയർനെസ് ഉണ്ടെങ്കിൽ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ അവർ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അതിനുള്ള ആൻസർ നമുക്ക് കൊടുക്കാമല്ലോ. അപ്പോൾ അതൊക്കെ നല്ല ഇമ്പ്രഷൻ വരുത്തും അവർക്ക്. അപ്പോൾ അതിന് സെലക്ട് ആകാൻ ചാൻസ് കൂടുതലുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ എല്ലാവരും നല്ലപോലെ ഒന്ന് പഠിക്കാൻ ശ്രമിക്കണം. എന്നിട്ട് നമ്മൾ തന്നെത്താൻ അപ്ലൈ ചെയ്തിട്ട്, അപ്പം ഒന്നും രണ്ടും അപ്ലൈ ചെയ്താൽ പോരാ കേട്ടോ. ഒരു 10-50 അപ്ലൈ ചെയ്തിട്ടൊക്കെയാണ്, 50 അതിൽ കൂടുതലൊക്കെ അപ്ലൈ ചെയ്തിട്ടൊക്കെയാണ് ഓരോരുത്തർക്ക് ഇൻ്റർവ്യൂവിന് വിളിക്കുന്നത്. പക്ഷെ അങ്ങനെ സെലക്ട് ആകുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക.
ഇനിയും കുറേ കാര്യങ്ങളൊക്കെ കൂടെ പറയാനുണ്ട്. അത് പിന്നെ വേറൊരു വീഡിയോ ആയിട്ട് ഇനി എന്തെങ്കിലും അറിയണമെന്ന് ആഗ്രഹമുള്ളവർ അതിനെക്കുറിച്ചുള്ള സംശയങ്ങളൊക്കെ ചോദിക്കുകയാണെങ്കിൽ മെസ്സേജിനകത്ത് മെൻഷൻ ചെയ്യുകയാണെങ്കിൽ അതിനെക്കുറിച്ച് ഞാൻ പറയാൻ ശ്രമിക്കാം. വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എനിക്കിപ്പം ഒന്നും ഓർമ്മയെ വരുന്നില്ല. അപ്പം നമ്മുടെ നാട്ടിലേക്കാളും ഒത്തിരി ഡിഫറെൻ്റാണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം. ഭയങ്കര പങ്ക്ച്വലാണ്, സ്ട്രിക്റ്റാണ്. നമ്മൾ സമയത്ത് ചെന്നിരിക്കണം, നമ്മൾ ആ കൃത്യസമയത്ത് ഡ്യൂട്ടിക്ക് ചെല്ലണം. ഇപ്പം ഡ്യൂട്ടിക്ക് കൃത്യസമയത്ത് ഇറങ്ങിയില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ നമുക്ക് താമസിക്കാൻ പാടില്ല കൃത്യസമയത്ത്. ഇവിടെ എല്ലാവരും ഇവിടുത്തുകാരൊക്കെ വന്നു കഴിഞ്ഞാൽ ഇച്ചിരി നേരത്തെ അവിടെ വന്നിരിക്കും ഡ്യൂട്ടിക്ക് വേണ്ടിയിട്ട്. സമയം ആകുന്നതിന് മുന്നേ തന്നെ വന്നിട്ടാണ് അവർ വന്ന് റിലാക്സായി ഇരുന്ന് ഹാൻഡ് ഓവറൊക്കെ എടുത്ത് അങ്ങനെ ഹാൻഡ് ഓവർ എടുത്തു കഴിഞ്ഞ് ഇവിടെ സേഫ്റ്റി ബ്രീഫ് എന്ന് പറഞ്ഞിട്ടൊരു കാര്യമുണ്ട്. അതായത് എല്ലാ പേഷ്യൻസിനെ കുറിച്ചുള്ള എന്തെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട സേഫ്റ്റിക്കുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഡിസ്കസ് ചെയ്യും. എന്തെങ്കിലും പേഷ്യൻസ് സിക്കായിട്ടുണ്ടോ ഉള്ളവരുണ്ടോ, പ്രത്യേക കെയർ വേണ്ടുന്നവരുള്ളതുണ്ടോ, അത് ഫോൾസ് റിസ്ക് ഉള്ളവർക്കൊക്കെ നമുക്ക് അതിന് പ്രത്യേകമായിട്ടുള്ള കെയർ വേണം. അങ്ങനെ മോണിറ്ററിങ് കാര്യങ്ങളും ഫോൾസ് റിസ്ക്, പ്രഷർ സോറ്, അതിനെക്കുറിച്ചൊക്കെ ഉള്ള ഒരു ഇൻഫർമേഷൻ ആ സമയത്ത് എല്ലാവർക്കും ഇങ്ങനെ ഒരു സേഫ്റ്റി ബ്രീഫ് എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രീഫ് കൊടുക്കും. അപ്പം മൊത്തത്തിലുള്ള സ്റ്റാഫിന് അതിനെക്കുറിച്ചൊരു വാർഡിലുള്ള പേഷ്യൻസിനെ കുറിച്ചൊരു അവയർനെസ് ഉണ്ടാകുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും മെസ്സേജിനകത്ത് ചോദിക്കുക. അപ്പോൾ ഇനിയിപ്പം അതിനെക്കുറിച്ച് ഞാൻ അന്നേരം പറയാമെന്ന് നോക്കാവേ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ബായ്.